അറബ് ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അക്കരെ ആരംഭിക്കുന്നു. ലോകത്തിന്റെ എണ്ണ വ്യാപാരം നിയന്ത്രിക്കുന്ന ഹോർമൂസ് കടലിടുക്ക് വീണ്ടും ഒരു വലിയ അന്താരാഷ്ട്ര സംഘർഷത്തിന് കാരണമായിരിക്കുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് ഇസ്രായേലുമായി ചേർന്ന് അമേരിക്ക ഇറാനെതിരെ ആരംഭിച്ച യുദ്ധം മാസങ്ങൾ പിന്നിടുമ്പോൾ ഭൗമ രാഷ്ട്രീയ സമവാക്യങ്ങളെ ആകെ തിരുത്തിക്കുറിക്കുന്ന പുതിയ പ്രഖ്യാപനങ്ങളാണ് പുറത്തുവരുന്നത്. ന്യൂയോർക്കിലെ ഒരു തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യവേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ഇറാനെ യുദ്ധത്തിൽ പൂർണ്ണമായി പരാജയപ്പെടുത്തിയ ശേഷം അധികം വൈകാതെ തന്നെ ഹോർമൂസ് കടലിടുക്കിനെ അമേരിക്കയുടെ ഔദ്യോഗിക അധീനതയിലുള്ള ഒരു പ്രദേശമായി പ്രഖ്യാപിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത്. കേവലം ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്നതിനേക്കാൾ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെയും ആഗോള സമ്പദ് വ്യവസ്ഥയെയും ഒരുപോലെ പിടിച്ചുകുലുക്കാൻ ശേഷിയുള്ള ഒരു നയതന്ത്ര ഭൂകമ്പമായാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ വാക്കുകളെ വിലയിരുത്തുന്നത്. ഇറാന്റെ ആണവായുധ മോഹങ്ങൾക്ക് അന്ത്യം കുറിക്കുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ ഈ യുദ്ധം ഇപ്പോൾ പുതിയ തലങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ ഈ അവകാശവാദത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം മനസ്സിലാക്കണമെങ്കിൽ ഹോർമൂസ് കടലിടുക്കിന്റെ തന്ത്രപ്രധാനമായ സ്ഥാനം നാം തിരിച്ചറിയേണ്ടതുണ്ട്. പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഉൾക്കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ഇടുങ്ങിയ കടൽപാതയിലൂടെയാണ് ലോകത്തെ മൊത്തം എണ്ണ വിതരണത്തിന്റെ വലിയൊരു ശതമാനവും കടന്നുപോകുന്നത്. ഈ പാതയുടെ നിയന്ത്രണം ആരുടെ കൈകളിലാണോ അവരുടെ കൈകളിലായിരിക്കും ആഗോള വിപണിയുടെ താക്കോൽ എന്ന് പറയുന്നത് ഒട്ടും അതിശയോക്തിയല്ല. നിലവിൽ ഈ മേഖലയിലെ കപ്പൽ ഗതാഗതം പൂർണ്ണമായും താറുമാറായിരിക്കുകയാണ്. യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസിന്റെ പുതിയ കണക്കുകൾ പ്രകാരം യുദ്ധത്തിന് മുൻപുള്ള അവസ്ഥയുമായി താരതമ്യം ചെയ്യുമ്പോൾ വെറും 17% കപ്പലുകൾ മാത്രമാണ് ഇപ്പോൾ ഇതിലൂടെ കടന്നുപോകുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ വെറും 151 കപ്പലുകൾക്ക് മാത്രമാണ് ഈ പാതയിലൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞത്. പനാമ, ലൈബീരിയ തുടങ്ങിയ രാജ്യങ്ങളുടെ പതാക വഹിക്കുന്ന ചരക്ക് കപ്പലുകളാണ് ഇതിൽ ഭൂരിഭാഗവും. അമേരിക്കൻ പതാക വഹിക്കുന്ന ഒരൊറ്റ കപ്പൽ പോലും ഈ ദിവസങ്ങളിൽ ഇതിലൂടെ കടന്നു പോയിട്ടില്ല എന്നത് സംഘർഷത്തിന്റെ വ്യാപ്തിയും അമേരിക്കൻ കപ്പലുകൾ നേരിടുന്ന ഭീഷണിയും വ്യക്തമാക്കുന്നു. സദേൺ ഒമാനി റൂട്ട് എന്ന താൽക്കാലിക ബദൽപാത ഉപയോഗിക്കുന്ന കപ്പലുകൾക്ക് നേരെയും നിരന്തരം മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഫെബ്രുവരി മുതൽ ഇതുവരെ 56ഓളം കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു എന്നാണ് ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രകോപനപരമായ പ്രസ്താവനകൾക്ക് നിമിഷങ്ങൾക്കകം തന്നെ ഇറാൻ കടുത്ത ഭാഷയിൽ മറുപടി നൽകി. ഹോർമൂസ് കടലിടുക്ക് എക്കാലത്തും ഇറാന്റേതായിരുന്നുവെന്നും ഇപ്പോഴും ഇറാന്റേതാണെന്നും ഭാവിയിലും അത് ഇറാനിയൻ അധീനതയിൽ തന്നെ തുടരുമെന്നുമാണ് ഇറാന്റെ ഉപവിദേശകാര്യമന്ത്രി ഖാസെം ഗരീബാബാദി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു എക്സ്പോസ്റ്റിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് വേദിയിലെ പ്രസംഗത്തിലൂടെയോ പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒന്നല്ല ഈ തന്ത്രപരമായ കടൽപാത എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അന്തർവാഹിനി കപ്പലുകൾ കൊണ്ടുവന്നോ അല്ലെങ്കിൽ ഭീഷണികൾ മുഴക്കിയോ ഇറാനെ ഭയപ്പെടുത്താൻ സാധിക്കില്ല. തോൽവി സമ്മതിക്കാൻ വാഷിംഗ്ടൺ തയ്യാറാകുന്നതുവരെ കടലിടുക്കിലെ ഉപരോധം കർശനമായി തുടരുമെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പ്രഖ്യാപനങ്ങളുടെ ഗൗരവം വ്യക്തമാക്കുന്നതായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയുടെ കപ്പലിന് നേരെയുണ്ടായ ആക്രമണം. കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായതായി കമ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിനിടെ ഇസ്ലാമാബാദ് ധാരണ ഒരു വെടിനിർത്തലല്ലെന്നും അതൊരു ഘട്ടത്തിന്റെ അവസാനമാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വ്യക്തമാക്കിയത് അമേരിക്കയുമായുള്ള ചർച്ചകൾക്ക് ഇറാൻ ഇപ്പോൾ തയ്യാറല്ല എന്നതിന്റെ സൂചനയാണ് വിലയിരുത്തപ്പെടുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ തങ്ങളുടെ നിയന്ത്രണം ശക്തമാക്കുമ്പോൾ അറേബ്യൻ കടലിൽ അമേരിക്കൻ നാവികസേനയും പ്രത്യാക്രമണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കൻ സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് 62 വാണിജ്യ കപ്പലുകളുടെ ദിശ തിരിച്ചുവിടുകയും ചില കപ്പലുകളുടെ പ്രവർത്തനം തടയുകയും മറ്റു ചിലതിൽ പരിശോധന നടത്തുകയും ചെയ്തുകൊണ്ട് ഇറാനിലേക്കുള്ള ചരക്ക് നീക്കം തടസ്സപ്പെടുത്താനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. എന്നാൽ ഈ നാവിക ഉപരോധം അമേരിക്കൻ സൈനികർക്കിടയിൽ തന്നെ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം. 9 മാസമായി കടലിൽ തുടരുന്ന USS എബ്രഹാം ലിങ്കൻ എന്ന ഭീമൻ വിമാനവാഹിനി കപ്പലിലെ നാവികരുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യസ്ഥിതി വളരെ മോശമാണെന്ന വാർത്തകൾ അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. കപ്പലിലെ മോശം ജീവിത സാഹചര്യങ്ങളും നിരന്തരമുള്ള യുദ്ധഭീതിയും കാരണം പല നാവികരും കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ്. ഇതിനോടകം തന്നെ ചില നാവികർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചുവെന്നും കഴിഞ്ഞ വസന്തകാലത്ത് രണ്ടാമതൊരു നാവികൻ കൂടി കപ്പലിൽ നിന്ന് കടലിലേക്ക് എടുത്തു ചാടിയെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഈ യാഥാർത്ഥ്യങ്ങളെ മുഖവിലക്കെടുക്കാൻ ഡൊണാൾഡ് ട്രംപ് തയ്യാറായിട്ടില്ല. നാവികരുടെ മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ തള്ളിക്കളഞ്ഞ അദ്ദേഹം 9 മാസത്തെ സേവനം ഒട്ടും മതിയാകില്ലെന്നാണ് പ്രതികരിച്ചത്. വൈകാതെ തന്നെ മറ്റൊരു കപ്പൽ പകരമായി അവിടേക്ക് അയക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ വെറും സൈനിക മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ആഗോള സാമ്പത്തിക വിപണികളിൽ ഇത് വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ അനിശ്ചിതത്വം നിക്ഷേപകരെ കടുത്ത ആശങ്കയിലാക്കിയിരിക്കുകയാണ്. വാൾസ്ട്രീറ്റിലെ സൂചനകൾ ഇടിവിലേക്ക് നീങ്ങിയപ്പോൾ യൂറോപ്യൻ ഏഷ്യൻ വിപണികളും സമാനമായ തകർച്ച നേരിട്ടു. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ നെടുംതൂണായ റീറ്റെയിൽ വിൽപ്പനയിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജൂലൈ മാസത്തിൽ അമേരിക്കൻ റീറ്റെയിൽ വിൽപ്പന 0.6% ഇടിഞ്ഞ് $763 ബില്യൺ
ഉപഭോക്താക്കളുടെ ആത്മവിശ്വാസ സൂചികയിലും 8% ഇടിവുണ്ടായി. ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗത തടസ്സങ്ങൾ കാരണം ക്രൂഡ് ഓയിൽ വില വീണ്ടും കുതിച്ചുയരുകയാണ്. എന്നാൽ ഇറാന്റെ ആണവായുധ മോഹങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഇന്ധനവില വർധനവും നാണയപ്പെരുപ്പവും അമേരിക്കൻ ജനത സഹിക്കേണ്ടി വരുമെന്ന നിലപാടിലാണ് ട്രംപ് ഭരണകൂടം. യുദ്ധകളത്തിലെ പോരാട്ടങ്ങൾക്ക് പുറമെ സമൂഹ മാധ്യമങ്ങളിലും ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ മാനസിക യുദ്ധം നടക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനും പരിഹസിക്കാനും ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങളെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ജൂലൈയിൽ തുർക്കിയിലെ അങ്കാറയിൽ നടന്ന നാറ്റോ ഉച്ചകോടിക്കിടെ ഡൊണാൾഡ് ട്രംപ് ജീവൻ ഭയന്ന് രഹസ്യമായി രാജ്യം വിട്ട സംഭവമാണ് ഇറാൻ പ്രധാനമായും ആയുധമാക്കുന്നത്. ട്രംപ് സഞ്ചരിക്കേണ്ടിയിരുന്ന വലിയ വിമാനത്തിന് നേരെ ഇറാൻ സൈന്യം ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് അദ്ദേഹം ഒരു കാറ്ററിംഗ് ട്രക്കിൽ ഒളിച്ചിരുന്ന് മറ്റൊരു രഹസ്യ വിമാനത്തിലേക്ക് മാറിയെന്നാണ് റിപ്പോർട്ടുകൾ. ഈ സംഭവത്തെ പരിഹസിച്ചുകൊണ്ട് ദക്ഷിണാഫ്രിക്കയിലെ ഇറാൻ എംബസി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ പങ്കുവച്ചിരുന്നു. അമേരിക്കയുടെ അത്യാധുനിക ബോംബറുകളെക്കുറിച്ചും ഭീമൻ യുദ്ധക്കപ്പലുകളെക്കുറിച്ചും വലിയ വായിൽ സംസാരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഒരു കാറ്ററിംഗ് ട്രക്കിൽ ഒളിച്ചോടിയത് അമേരിക്കൻ സൈന്യത്തിന്റെ ഭയത്തെയാണ് കാണിക്കുന്നതെന്ന് ഇറാൻ പരിഹസിച്ചു. ബങ്കറിൽ ഒളിച്ചിരിക്കുന്നു എന്ന് അമേരിക്ക ആരോപിച്ച തങ്ങളുടെ നേതാക്കൾ സ്വന്തം ഓഫീസിൽ വെച്ച് ധീരമായി രക്തസാക്ഷിത്വം വരിച്ചപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഒരു ഭക്ഷണ ട്രക്കിൽ ഒളിച്ചിരുന്ന് ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ഇറാൻ മാധ്യമങ്ങൾ പറയുന്നത്. വൈകാതെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലാകുമെന്നും അവർ പരിഹസിച്ചു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ പോരാട്ടം കേവലം ഒരു കടലിടുക്കിന്റെ നിയന്ത്രണത്തിന് വേണ്ടിയുള്ളത് മാത്രമല്ല, അത് ആഗോള മേധാവിത്വത്തിനും സാമ്പത്തിക ആധിപത്യത്തിനും വേണ്ടിയുള്ള വലിയൊരു ഭൗമരാഷ്ട്രീയ കളിയുടെ ഭാഗമാണ്. സൈനിക ശക്തിയും ഉപരോധങ്ങളും കൊണ്ട് ഇറാനെ മുട്ടുകുത്തിക്കണമെന്ന് അമേരിക്ക വിശ്വസിക്കുമ്പോൾ തങ്ങളുടെ തന്ത്രപ്രധാനമായ ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും പ്രാദേശിക സ്വാധീനവും ഉപയോഗിച്ച് അമേരിക്കയെ പ്രതിരോധിക്കാമെന്ന് ഇറാൻ കരുതുന്നുണ്ട്. ഇരു രാജ്യങ്ങളും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഹോർമൂസ് കടലിടുക്ക് ഒരു ആഗോള യുദ്ധത്തിന്റെ പ്രഭവ കേന്ദ്രമായി മാറാനുള്ള സാധ്യതകൾ വർദ്ധിക്കുകയാണ്. ഈ സംഘർഷം എത്രത്തോളം നീണ്ടു നിൽക്കുമെന്നും അത് ആഗോള സമ്പദ് വ്യവസ്ഥയെ എങ്ങനെയെല്ലാം ബാധിക്കുമെന്നും വരും കാലങ്ങളിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ലോകം മുഴുവൻ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് പശ്ചിമേഷ്യയിലെ ഈ സങ്കീർണമായ രാഷ്ട്രീയ നാടകങ്ങളിലേക്കാണ്. അറേബ്യൻ ഉപദ്വീപിലെ വറുതി നിറഞ്ഞ വേനൽക്കാലം അതിന്റെ പരകോടിയിലെത്തി നിൽക്കുമ്പോൾ മരുഭൂമിയിലെ മനുഷ്യരും പ്രകൃതിയും ഒരേപോലെ കണ്ണുനട്ട് കാത്തിരിക്കുന്ന ഒരു ആകാശ കാഴ്ചയുണ്ട്. ആകാശത്ത് തെളിഞ്ഞു കത്തുന്ന സുഹൈൽ നക്ഷത്രത്തിന്റെ പ്രത്യക്ഷപ്പെടലാണത്. കഠിനമായ താപനില 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഉയർന്ന ദിവസങ്ങൾക്ക് ശേഷം തണുപ്പിന്റെ ആദ്യ കണികകൾ ഭൂമിയിലേക്ക് എത്താൻ പോകുന്നു എന്നതിന്റെ പരമ്പരാഗത സൂചനയാണ് ഈ ഉപഗ്രഹരഹിത നക്ഷത്രത്തെ അറബി ലോകം വീക്ഷിക്കുന്നത്. ഓഗസ്റ്റ് 24ഓടെ യുടെ തെക്കിഴക്കൻ ആകാശത്ത് നേരം പുലരുന്നതിന് തൊട്ടു മുമ്പ് സുഹൈൽ നക്ഷത്രം ഉദിച്ചുവരുമെന്ന് എമിറേറ്റ്സ് ആസ്ട്രോണമി സൊസൈറ്റി ചെയർമാൻ ഇബ്രാഹിം അൽ ജർവാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. നൂറ്റാണ്ടുകളായി മരുഭൂമിയിലെ നാടോടികൾക്കും കർഷകർക്കും കടൽ യാത്രികർക്കും പ്രകൃതി നൽകിയ ഒരു സജീവ കലണ്ടറായി ഈ നക്ഷത്രം നിലകൊള്ളുന്നു. അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര തലത്തിൽ കനോപ്പസ് എന്നറിയപ്പെടുന്ന നക്ഷത്രമാണ് അറബ് ലോകത്ത് സുഹൈൽ എന്ന പേരിൽ വിളിക്കപ്പെടുന്നത്. രാശിചക്രത്തിലെ കരീന നക്ഷത്ര സമൂഹത്തിലാണ് ഇതിന്റെ സ്ഥാനം. രാത്രിയിലെ ആകാശത്ത് സിറിയസ് നക്ഷത്രം കഴിഞ്ഞാൽ ഏറ്റവും തിളക്കത്തോടെ ദൃശ്യമാകുന്ന രണ്ടാമത്തെ പ്രകാശ സ്രോതസ്സാണിത്. ഭൂമിയിൽ നിന്ന് ഏകദേശം 300 മുതൽ 310 വരെ പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്ന സുഹൈൽ നമ്മുടെ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശ തീവ്രതയുള്ളതും 8 മടങ്ങോളം പിണ്ഡമുള്ളതുമായ ഒരു മഞ്ഞ വെളുപ്പ് സൂപ്പർ ജയന്റ് നക്ഷത്രമാണ്. സുഹൈൽ എന്ന വാക്ക് സഹ്ല് എന്ന അറബി പദത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. സമതലമായത്, ശാന്തമായത് അല്ലെങ്കിൽ ലളിതമായത് എന്നാണ് ഇതിന്റെ അർത്ഥം. നക്ഷത്രം ചക്രവാളത്തിൽ താഴ്ന്ന് പ്രത്യക്ഷപ്പെടുന്നതിനെയും അതോടൊപ്പം കഠിനമായ വേനൽ ചൂടിന്റെ തീവ്രത കുറഞ്ഞ് കാലാവസ്ഥ സമാധാനപൂർണ്ണമാകുന്നതിനെയും സൂചിപ്പിക്കാൻ ഈ പേര് ഉപയോഗിച്ചു പോരുന്നത്. അറേബ്യൻ ഉപദ്വീപിന്റെ തെക്കൻ മേഖലകളിൽ ഓഗസ്റ്റ് തുടക്കത്തിൽ തന്നെ പ്രകടമാകുന്ന സുഹൈൽ ഓഗസ്റ്റ് 24ഓടെ മധ്യഭാഗങ്ങളിലും സെപ്റ്റംബർ ആദ്യ വാരത്തോടെ വടക്കൻ മേഖലകളിലും പൂർണ്ണമായും ദൃശ്യമാകുന്നു. അറബ് പാരമ്പര്യത്തിൽ സുഹൈൽ ഉദിച്ചാൽ രാത്രി തണുക്കും എന്നൊരു പഴഞ്ചൊല്ലുമുണ്ട്. എന്നാൽ ശാസ്ത്രീയ വീക്ഷണത്തിൽ ചിന്തിച്ചാൽ ദശലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ അകലെയുള്ള ഒരു നക്ഷത്രത്തിന് ഭൂമിയിലെ അന്തരീക്ഷ താപനിലയിലോ കാറ്റിലോ നേരിട്ട് വ്യതിയാനങ്ങൾ വരുത്താൻ കഴിയില്ല. ഷാർജ അക്കാഡമി ഫോർ ആസ്ട്രോണമി സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി ഡയറക്ടർ ജനറൽ പ്രൊഫസർ ഹമീദ് അൽ നൗമി വ്യക്തമാക്കുന്നത് പോലെ സുഹൈൽ നക്ഷത്രത്തിന് ഭൂമിയിലെ കാലാവസ്ഥയെ മാറ്റാനുള്ള യാതൊരു ഭൗതിക ശക്തിയുമില്ല. പിന്നെന്തുകൊണ്ടാണ് സുഹൈലിന്റെ ഉദയത്തോടെ ചൂട് കുറയുന്നത്? ഇത് തികച്ചും യാദൃശ്ചികവും പ്രകൃതിദത്തവുമായ ഒരു സമയ ക്രമീകരണമാണ്. ഭൂമി സൂര്യന് ചുറ്റും സഞ്ചരിക്കുന്ന പാതയിലെ കൃത്യമായ ഒരു ഘട്ടത്തിലാണ് ഓഗസ്റ്റ് 24 കടന്നു വരുന്നത്. ഈ സമയത്ത് ഉത്തരാർദ്ധഗോളത്തിൽ സൂര്യന്റെ രശ്മികൾ ചരിഞ്ഞു പതിക്കാൻ തുടങ്ങുകയും പകലിന്റെ ദൈർഘ്യം കുറയുകയും ചെയ്യുന്നു. സുഹൈൽ ആകാശത്ത് ദൃശ്യമാകുന്ന അതേ സമയത്ത് തന്നെ പ്രകൃതിയിൽ ഈ ചാക്രിക മാറ്റങ്ങൾ സംഭവിക്കുന്നതിനാൽ പുരാതന ജനവിഭാഗങ്ങൾ നക്ഷത്രത്തിന്റെ വരവിനെ കാലാവസ്ഥാ മാറ്റത്തിന്റെ ചിഹ്നമായി സ്വീകരിക്കുകയായിരുന്നു.
ഇബ്രാഹിം അൽ ജർവാൻ ഇതിനെ മനോഹരമായ ഒരു ഉപമയിലൂടെ വിവരിക്കുന്നുണ്ട്. അടുപ്പിലെ തീ അണച്ചാലും ചൂടുപിടിച്ച പാത്രത്തിന്റെ ചൂട് പെട്ടെന്ന് മാറില്ല. അതുപോലെ തന്നെ ഓഗസ്റ്റ് 24-ന് സുഹൈൽ ഉദിച്ചുയർന്നയുടൻ അടുത്ത ദിവസം മുതൽ യുഎഇയിൽ താപനില പെട്ടെന്ന് ഇടിയില്ല. ജൂൺ ജൂലൈ മാസങ്ങളിൽ മണലിലും അന്തരീക്ഷത്തിലും സംഭരിക്കപ്പെട്ട ചൂട് പെട്ടെന്നില്ലാതാകില്ല. അതിനാൽ സെപ്റ്റംബർ മാസത്തിലും ഉയർന്ന ചൂട് തുടരുമെങ്കിലും അതിന്റെ കാഠിന്യത്തിന് അയവ് വരികയും രാത്രികളിൽ നേരിയ തണുപ്പ് അനുഭവപ്പെട്ടു തുടങ്ങുകയും ചെയ്യും. സുഹൈൽ നക്ഷത്രത്തിന്റെ വരവോടെ പ്രകൃതി സുഫ്രിയ എന്നറിയപ്പെടുന്ന 40 മുതൽ 53 ദിവസം വരെ നീളുന്ന പരിവർത്തന ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ കാലയളവിൽ കാലാവസ്ഥയിൽ സ്ഥിരതയില്ലാത്ത പല മാറ്റങ്ങളും ഉണ്ടാകാം. രാത്രികാലങ്ങളിൽ അനുഭവപ്പെടുന്ന ആശ്വാസകരമായ അന്തരീക്ഷം, വായുവിൽ ഈർപ്പത്തിന്റെ അളവ് വർദ്ധിക്കൽ, അതിരാവിലെ രൂപപ്പെടുന്ന കനത്ത മൂടൽമഞ്ഞ്, തെക്ക് കിഴക്കൻ ദിശയിൽ നിന്നടിയുന്ന കാറ്റ് എന്നിവ ഈ ഘട്ടത്തിന്റെ സവിശേഷതകളാണ്. ഈ കാറ്റ് യുഎഇയുടെ കിഴക്കൻ തീരങ്ങളിലേക്കും ഒമാനിലെ ഹജർ പർവ്വത നിരകളിലേക്കും മേഘങ്ങളെ എത്തിക്കുകയും ചില പ്രദേശങ്ങളിൽ വേനൽ മഴയ്ക്ക് കാരണമാവുകയും ചെയ്യാറുണ്ട്. സുഹൈൽ ഉദിച്ച് ഏകദേശം 45 ദിവസങ്ങൾ പിന്നിടുമ്പോൾ രാവും പകലും തുല്യ ദൈർഘ്യമുള്ള സമരാത്ര ദിനങ്ങളിലേക്ക് എത്തും. തുടർന്ന് ഒക്ടോബർ മധ്യത്തോടെ സുഫ്രിയ കാലഘട്ടം പൂർത്തിയാവുകയും വസം എന്ന പുതിയ സീസൺ ആരംഭിക്കുകയും ചെയ്യും. വസം ആരംഭിക്കുന്നതോടെ മരുഭൂമിയിലെ കാലാവസ്ഥ പൂർണ്ണമായും ശാന്തമാവുകയും ശരത്കാലത്തിന് തുടക്കമാവുകയും ചെയ്യുന്നു. സുഹൈൽ ഉദിച്ച് കൃത്യം 100 ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് പരമ്പരാഗത കണക്കുകൂട്ടലുകൾ പ്രകാരം അറേബ്യൻ നാടുകളിൽ ശൈത്യകാലം പൂർണ്ണ ശക്തി പ്രാപിക്കുന്നത്. ഉപഗ്രഹങ്ങളും ആധുനിക കാലാവസ്ഥാ പ്രവചന സംവിധാനങ്ങളും ഇല്ലാതിരുന്ന കാലത്ത് അറേബ്യൻ ജനത തങ്ങളുടെ ദൈനംദിന ജീവിതം ക്രമീകരിച്ചിരുന്നത് നക്ഷത്രങ്ങളെ നോക്കിയായിരുന്നു. യുഎഇയിലെ പരമ്പരാഗത ജ്യോതിശാസ്ത്ര കലണ്ടറായ അൽ ദുരൂർ സമ്പ്രദായത്തിൽ സുഹൈൽ നക്ഷത്രത്തിന് കേന്ദ്ര സ്ഥാനമുണ്ട്. വർഷത്തെ 36 10 ദിവസ കാലയളവുകളായി വിഭജിച്ചാണ് ഈ സമ്പ്രദായം പ്രവർത്തിച്ചിരുന്നത്. ഓരോ 10 ദിവസത്തെയും ദിർ എന്ന് വിളിച്ചു. കൃഷിക്കാർ വിത്ത് വിതയ്ക്കാനും ഈന്തപ്പഴ കൊയ്ത്തു നടത്താനും ഈന്തപ്പനകളിൽ പരാഗണം നടത്താനുമുള്ള സമയമായി സുഹൈലിന്റെ ഉദയത്തെ കണ്ടു. സുഹൈൽ പ്രത്യക്ഷപ്പെട്ട് 70 മുതൽ 80 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈന്തപ്പനകളുടെ സംരക്ഷണ ജോലികൾ ഊർജിതമാക്കിയിരുന്നത്. കടൽ യാത്രികരും മുത്തെടുപ്പുകാരും മത്സ്യത്തൊഴിലാളികളും കടലിലെ കാറ്റിന്റെ ഗതിയും ഒഴുക്കും മനസ്സിലാക്കാൻ സുഹൈലിനെ നിരീക്ഷിച്ചു. ഉഷ്ണതരംഗങ്ങൾ കുറയുന്നതോടെ യാത്രാ സംഘങ്ങൾ മരുഭൂമിയിലൂടെയുള്ള ദീർഘദൂര യാത്രകൾ ആരംഭിക്കുകയും മൃഗങ്ങളെ മേയ്ക്കാൻ തുറസായ സ്ഥലങ്ങളിലേക്ക് ഇറക്കുകയും ചെയ്തിരുന്നു. ഇന്നും നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി, ഷെയ്ഖ് സായദ് ഗ്രാൻഡ് മോസ്ക് സെന്റർ, എമിറേറ്റ്സ് ആസ്ട്രോണമി സൊസൈറ്റി തുടങ്ങിയ സ്ഥാപനങ്ങൾ സുഹൈലുമായി ബന്ധപ്പെട്ട പരമ്പരാഗത അറിവുകളെ രേഖപ്പെടുത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യകൾ എത്ര വളർന്നാലും പ്രകൃതിയും ആകാശവും മനുഷ്യന്റെ സംസ്കാരവുമായി എങ്ങനെ കെട്ടുപിണഞ്ഞ് കിടക്കുന്നു എന്നതിന്റെ ഓർമ്മപ്പെടുത്തലായി സുഹൈൽ നക്ഷത്രം എന്നും അറേബ്യൻ ആകാശത്ത് തിളങ്ങി തന്നെ നിൽക്കും. മലയാളികൾക്ക് ഓണം കേവലം ഒരു ഉത്സവമല്ല, അതൊരു വികാരമാണ്. ഒരു കാലത്ത് പുതിയ ഓണക്കോടിയും ഗൾഫിലെ വിശേഷങ്ങളുമായി നാട്ടിലേക്ക് വിമാനം കയറുന്ന പ്രവാസികൾ കേരളത്തിന്റെ ഉത്സവ കാഴ്ചകളുടെ അവിഭാജ്യ ഘടകമായിരുന്നു. ഓണസദ്യയുണ്ട്. കുടുംബത്തോടൊപ്പം കൂട്ടായ്മകളുടെ സന്തോഷങ്ങൾ പങ്കുവെച്ച് അവധിക്കാലം പൂർണ്ണമായി ആസ്വദിച്ച ശേഷമേ അവർ മടക്കയാത്രയെക്കുറിച്ച് ചിന്തിച്ചിരുന്നുള്ളൂ. വിദേശത്ത് ജനിച്ചു വളരുന്ന പുതിയ തലമുറയ്ക്ക് കേരളത്തിന്റെ തനതായ സംസ്കാരവും പാരമ്പര്യവും പകർന്നു നൽകാൻ പ്രവാസി മാതാപിതാക്കൾ കണ്ടെത്തിയിരുന്ന ഏറ്റവും മികച്ച അവസരമായിരുന്നു ഓണക്കാലത്തെ നാട്ടിലേക്കുള്ള യാത്രകൾ. എന്നാൽ ഇന്ന് കാലം മാറി. നാട്ടിലെ ഓണാഘോഷങ്ങൾ ഒഴിവാക്കുന്ന പ്രവാസികളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുകയാണ്. ഇതിന് പിന്നിലെ വില്ലൻ മറ്റാരുമല്ല, തൊട്ടാൽ കൈപൊള്ളുന്ന സാധാരണക്കാരന്റെ കുടുംബ ബജറ്റ് താളം തെറ്റിക്കുന്ന വിമാന ടിക്കറ്റ് നിരക്കുകൾ തന്നെയാണ്. ഒരു വർഷത്തെ മുഴുവൻ സമ്പാദ്യവും സ്വപ്നങ്ങളും നാട്ടിലെത്തിക്കാൻ കൊതിക്കുന്ന പ്രവാസിക്ക് മുന്നിൽ നിരക്ക് വർധനവിലൂടെ വലിയൊരു മതിൽ തീർക്കുകയാണ് വ്യോമയാന കമ്പനികൾ. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ ഗൾഫ് മലയാളികളെ സംബന്ധിച്ച് എക്കാലത്തും ഇരട്ടി തിരക്കുള്ള സമയമാണ്. യുഎഇ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലെ സ്കൂളുകളുടെ വേനലവധി തീർന്ന് പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതും നമ്മുടെ ഓണവും ഒരേ സമയത്താണ് വന്നെത്തുന്നത്. ഈ വർഷത്തെ വലിയ പെരുന്നാൾ നേരത്തെ കഴിഞ്ഞതിനാൽ വിമാന കമ്പനികളുടെ മുഴുവൻ ശ്രദ്ധയും ഇപ്പോൾ വേനലവധിയും ഓണവും ലക്ഷ്യമാക്കി നാട്ടിലെത്തിയവരിലാണ്. നാട്ടിലെത്താൻ മുടക്കിയ തുകയേക്കാൾ 10 മടങ്ങ് അധികം ചെലവാക്കുന്ന തരത്തിലാണ് ഗൾഫിലേക്കുള്ള മടക്ക ടിക്കറ്റുകളുടെ നിരക്ക് വിമാന കമ്പനികൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഡൈനാമിക് പ്രൈസിംഗ് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ഈ പകൽക്കൊള്ളയ്ക്ക് പിന്നിൽ കൃത്യമായ അൽഗോരിതങ്ങളുണ്ട്. യാത്രക്കാർ നിരന്തരം ടിക്കറ്റ് തിരയുമ്പോൾ തന്നെ ഡിമാൻഡ് മനസ്സിലാക്കി കൃത്രിമമായ വിലക്കയറ്റം സൃഷ്ടിക്കുകയാണ് കമ്പനികൾ ചെയ്യുന്നത്. സാധാരണഗതിയിൽ 8,000 മുതൽ 15,000 രൂപ വരെ മാത്രം വിലയുണ്ടായിരുന്ന വൺ വേ ഇക്കോണമി ക്ലാസ് ടിക്കറ്റുകൾക്ക് ഇപ്പോൾ 50,000 മുതൽ 1.5 ലക്ഷം രൂപ വരെയാണ് ഈടാക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ഷാർജയിലേക്കും തിരുവനന്തപുരത്ത് നിന്ന് ബഹ്റിനിലേക്കുമുള്ള പല സർവീസുകളിലും സാധാരണക്കാരന് ചിന്തിക്കാൻ പോലും കഴിയാത്ത തുകയാണ് ബുക്കിംഗ് പോർട്ടലുകളിൽ തെളിയുന്നത്. ചെലവ് കുറയ്ക്കാൻ പ്രവാസികൾ കണ്ടെത്തുന്ന മറ്റു ചില വഴികളും ഇത്തവണ വ്യാപകമായി കാണാം. യാത്രാ തീയതി മാറ്റുക എന്നതാണ് പ്രധാന പോംവഴി. അതുകൊണ്ടാണ് ഓണത്തിന് മുൻപേ പലരും മടങ്ങാൻ നിർബന്ധിതരാകുന്നത്. ലക്ഷ്യസ്ഥാനത്തോട് ചേർന്ന മറ്റൊരു വിമാനത്താവളം പരിഗണിക്കുന്നവരുമുണ്ട്. നേരിട്ടുള്ള വിമാനങ്ങളെ ആശ്രയിക്കാതെ മുംബൈ, ഡൽഹി തുടങ്ങിയ നഗരങ്ങൾ വഴിയുള്ള കണക്റ്റിംഗ് വിമാനങ്ങൾ തിരയുന്നവരും ഏറെയാണ്. ബംഗളൂരുവിൽ നിന്നോ ചെന്നൈയിൽ നിന്നോ ഗൾഫിലേക്കുള്ള നിരക്കിനേക്കാൾ വലിയ ചൂഷണമാണ് കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ നടക്കുന്നത്.
ലഭിക്കുന്നത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഗൾഫിലേക്ക് 30 മുതൽ 40% കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭിക്കുമ്പോഴാണ് പ്രവാസികൾ തിങ്ങിപ്പാർക്കുന്ന കേരളത്തിൽ ഈ നിരക്ക് വർധനവ് നടപ്പിലാക്കുന്നത്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ, കർണാടകയിലെ മംഗളൂരു വിമാനത്താവളങ്ങളെ ആശ്രയിച്ച് യാത്ര തിരിക്കുന്ന മലയാളികളുടെ എണ്ണവും അതുകൊണ്ട് തന്നെ കൂടുതലാണ്. എങ്ങനെയെങ്കിലും കുട്ടികളുടെ ക്ലാസുകൾ നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഗൾഫിൽ തിരിച്ചെത്തുക, ജോലി നിലനിർത്തുക എന്നത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. ഭീമമായ യാത്രാ ചെലവ് താങ്ങാൻ കഴിയാതെ ഇത്തവണത്തെ നാട്ടിലേക്കുള്ള യാത്ര തന്നെ ഉപേക്ഷിച്ച് UAE ഫ്ളാറ്റുകളിൽ അവധിക്കാലം ചെലവഴിക്കാൻ നിർബന്ധിതരായ ഒട്ടേറെ കുടുംബങ്ങളുണ്ട്. സീസണുകൾ നോക്കിയുള്ള ഈ കൊള്ളയ്ക്ക് അറുതി വരുത്തണമെന്ന പ്രവാസികളുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇന്ത്യൻ ഏവിയേഷൻ നിയമത്തിലെ റൂൾ 135 പ്രകാരം ടിക്കറ്റ് നിരക്ക് നിശ്ചയിക്കാനുള്ള പൂർണ്ണ അധികാരം വിമാന കമ്പനികൾക്കാണ്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് പലപ്പോഴും വ്യോമയാന മന്ത്രാലയം ഈ കൊള്ളയെ ന്യായീകരിക്കുന്നത്. ആഭ്യന്തര വിമാന സർവീസുകൾക്ക് അടിസ്ഥാന നിരക്കും ഉയർന്ന നിരക്കും നിശ്ചയിക്കുന്ന സർക്കാരുകൾ അന്താരാഷ്ട്ര സർവീസുകളുടെ കാര്യത്തിൽ വിമാന കമ്പനികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ്. കേരള പ്രവാസി അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ വിഷയത്തിൽ സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും സമീപിച്ചിരുന്നു. വിപണിയിലെ കുത്തകവൽക്കരണം ഉപയോഗിച്ച് ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർത്തുന്ന വിമാന കമ്പനികളുടെ നടപടികൾക്കെതിരെ ഹൈക്കോടതിക്ക് നേരിട്ടിടപെടാൻ പരിമിതികളുണ്ടെന്നും ഈ സാമ്പത്തിക ചൂഷണത്തിനെതിരെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ സമീപിക്കാനുമാണ് കോടതി നിർദ്ദേശിച്ചത്. നിയമ പോരാട്ടങ്ങൾ ഒരു വഴിക്ക് നടക്കുമ്പോഴും രാഷ്ട്രീയ തലത്തിൽ യാതൊരുവിധ ക്രിയാത്മക ഇടപെടലുകളും ഉണ്ടാകുന്നില്ലെന്നതാണ് പ്രവാസികളുടെ പ്രധാന പരാതി. വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം പ്രവാസികളെ ചേർത്ത് പിടിക്കുന്ന ജനപ്രതിനിധികൾ വിമാനത്താവളങ്ങളിലെ ഈ പകൽക്കൊള്ള കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഒരു കാലത്ത് ഗൾഫ് ജീവിതം എന്നാൽ നാട്ടിലെ കടങ്ങൾ തീർക്കാനും കുടുംബത്തെ കരകയറ്റാനും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താനുമുള്ള ഒരു പ്രധാന ഉപാധിയായിരുന്നു. കേരളത്തിന്റെ സാമ്പത്തിക രംഗം തന്നെ നിലനിൽക്കുന്നത് ഈ പ്രവാസികളുടെ വിയർപ്പിലാണ്. എന്നാൽ ഇന്ന് ഗൾഫിൽ സമ്പാദിക്കുന്നതിന്റെ വലിയൊരു ഭാഗം വിമാന കമ്പനികൾക്ക് ടിക്കറ്റ് ഇനത്തിൽ നൽകേണ്ട ഗതികേടിലാണ് ഈ സമൂഹം. സ്വന്തം നാട്ടിൽ സ്വന്തം വീട്ടിലെ ഓണത്തിന് കൂടാൻ കഴിയാത്ത വിമാന നിരക്കുകളുടെ സ്ക്രീനിലേക്ക് നോക്കി നെടുവീർപ്പെടുന്ന ഓരോ പ്രവാസിയും നമ്മുടെ ഭരണകൂട സംവിധാനങ്ങളുടെ പരാജയമാണ് വിളിച്ചോതുന്നത്. ഓണസദ്യയുടെ വിഭവങ്ങൾ പലതുണ്ടെങ്കിലും ഇത്തവണത്തെ പ്രവാസിയുടെ ഓണക്കണക്കിലെ ഏറ്റവും വലിയ ഇനം ഈ വിമാന ടിക്കറ്റാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടുകയും ഉത്സവ സീസണുകളിൽ വിമാന നിരക്കുകൾക്ക് ഒരു വ്യക്തമായ പരിധി നിശ്ചയിക്കുകയും ചെയ്തില്ലെങ്കിൽ പ്രവാസികളുടെ നാട്ടിലേക്കുള്ള യാത്രകൾ വെറും ഓർമ്മകൾ മാത്രമായി ചുരുങ്ങും. ആഘോഷങ്ങളുടെ ആഹ്ലാദങ്ങൾക്കിടയിൽ പോക്കറ്റിനെ പൊള്ളിക്കുന്ന ഈ യാത്രാ നിരക്കുകൾ ഓരോ പ്രവാസി കുടുംബത്തിന്റെയും ഉള്ളിൽ വല്ലാത്തൊരു നോവായി, ഉണങ്ങാത്ത മുറിവായി അവശേഷിക്കുകയാണ്. ഇനി നോക്കാം മറ്റു ചില പ്രധാന ഗൾഫ് വാർത്തകൾ ചുരുക്കത്തിൽ. വേനലവധിക്കാലത്ത് കുട്ടികളുടെ ഓൺലൈൻ ഗെയിമിംഗ് ഉപയോഗം വർദ്ധിച്ചതോടെ രക്ഷിതാക്കൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി ദുബായ് പോലീസ്. നമ്മുടെ കുട്ടികളുടെ സുരക്ഷ ഈ വേനൽക്കാലത്ത് എന്ന ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായാണ് ഹ്യൂമൻ റൈറ്റ്സ് ജനറൽ ഡയറക്ടറേറ്റിലെ ചൈൽഡ് ആൻഡ് വിമൻ പ്രൊട്ടക്ഷൻ വിഭാഗം മുന്നറിയിപ്പ് നൽകിയത്. ഗെയിമുകൾക്കിടയിൽ ലഭിക്കുന്ന ചില ലിങ്കുകൾ വഴി കുട്ടികൾ അപരിചിതരുമായി ബന്ധപ്പെടാനും സൈബർ തട്ടിപ്പുകൾക്കോ വ്യക്തിഗത വിവരങ്ങളുടെ ചോർച്ചയ്ക്കോ ഇരയാകാനും സാധ്യതയുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കുട്ടികളുടെ ഉപകരണങ്ങളിൽ പേരന്റൽ കൺട്രോൾ സംവിധാനങ്ങൾ സജീവമാക്കാനും ഇൻ-ഗെയിം ചാറ്റുകളും സുഹൃത്ത് ബന്ധങ്ങളും കൃത്യമായി നിരീക്ഷിക്കാനും നിർദ്ദേശമുണ്ട്. അന്യ വ്യക്തികളുമായി ചിത്രങ്ങളോ വിവരങ്ങളോ പങ്കുവെക്കരുതെന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തണം. അസ്വസ്ഥതയുണ്ടാക്കുന്ന സന്ദേശങ്ങളോ ക്ഷണങ്ങളോ ലഭിച്ചാൽ അത് ഭയം കൂടാതെ രക്ഷിതാക്കളെ അറിയിക്കാൻ കുട്ടികൾക്ക് ധൈര്യം നൽകുക. ഏതെങ്കിലും രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളോ സംശയാസ്പദമായ നീക്കങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ദുബായ് പോലീസിന്റെ ഇ-ക്രൈം പ്ലാറ്റ്ഫോം വഴി ദുബായ് പോലീസ് ആപ്പ് അല്ലെങ്കിൽ 901 എന്ന ടോൾ ഫ്രീ നമ്പർ വഴിയോ അടിയന്തരമായി പരാതി നൽകാവുന്നതാണ്. സൗദി അറേബ്യയിൽ വേനൽ ചൂട് കടുപ്പിച്ച് എൽനിനോ പ്രതിഭാസം കൂടുതൽ ശക്തമാകുന്നതായി കാലാവസ്ഥാ മുന്നറിയിപ്പ്. പസഫിക് സമുദ്രത്തിലെ ഉപരിതല ജലതാപനില ക്രമാതീതമായി ഉയർന്നതാണ് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമെന്ന് നാഷണൽ സെന്റർ ഫോർ മെറ്റീരിയോളജിയും റീജിയണൽ സെന്റർ ഫോർ ക്ലൈമറ്റ് ചേഞ്ചും വ്യക്തമാക്കുന്നു. രാജ്യത്തുടനീളം സാധാരണയേക്കാൾ ഉയർന്ന താപനിലയ്ക്കും കടുത്ത ഉഷ്ണതരംഗത്തിനും ഇത് വഴിവെക്കും. വരും മാസങ്ങളിൽ മഴ ലഭ്യതയിലും കാലാവസ്ഥാ രീതികളിലും വ്യതിയാനങ്ങൾ ഉണ്ടായേക്കാമെന്നും റിപ്പോർട്ടുകളുണ്ട്. ശക്തമായ ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാനും ഔദ്യോഗിക നിർദ്ദേശങ്ങൾ പാലിക്കാനും അധികൃതർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. മക്ക മസ്ജിദുൽ ഹറാമിൽ ഉംറ കർമ്മങ്ങൾ തിക്കും തിരക്കുമില്ലാതെ എളുപ്പത്തിൽ നിർവഹിക്കുന്നതിനായി തീർത്ഥാടകർ മുൻകൂട്ടി യാത്ര ആസൂത്രണം ചെയ്യണമെന്ന് ഇരുഹറം കാര്യാലയം അറിയിച്ചു. രാത്രി 10 മുതൽ പുലർച്ചെ 4 വരെയും രാവിലെ 9 മുതൽ ഉച്ചകഴിഞ്ഞ് 4 വരെയുമാണ് ഹറമിൽ ഏറ്റവും കുറഞ്ഞ തിരക്ക് അനുഭവപ്പെടുന്നത്. രാവിലെ 5 മുതൽ 8 വരെ മിതമായ തിരക്ക് മാത്രമുള്ളപ്പോൾ വൈകുന്നേരം 5 മുതൽ രാത്രി 9 വരെയാണ് ഏറ്റവും ഉയർന്ന ജനത്തിരക്ക്. ലോക സാമ്പത്തിക ഫോറത്തിന്റെ ഡിജിറ്റൽ ഹെൽത്ത് കെയർ ട്രാൻസ്ഫോർമേഷൻ ഇനിഷ്യേറ്റീവ് എക്സിക്യൂട്ടീവ് ബോർഡിലേക്ക് കോഴിക്കോട് സ്വദേശിയും ബുർജിയിൽ ഹോൾഡിംഗ് സ്ഥാപകനുമായ ഡോക്ടർ ഷംസീർ വയലിൻ നിയമിതനായി. ആഗോളതലത്തിൽ ആരോഗ്യരംഗത്ത് നിർമ്മിത ബുദ്ധി, ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ, ഹെൽത്ത് ഡേറ്റ എന്നിവയുടെ ഉത്തരവാദിത്തമുള്ളതും വിപുലമായ വിനിയോഗം സാധ്യമാക്കാനുമാണ് ഈ സമിതിയുടെ ലക്ഷ്യം. മയോ ക്ലിനിക്ക്, ബെട്രോണിക്, അപ്പോളോ തുടങ്ങിയ ലോകോത്തര സ്ഥാപനങ്ങളുടെ മേധാവിമാർക്കൊപ്പം മധ്യപൂർവേഷ്യൻ മേഖലയിൽ നിന്നുള്ള പ്രതിനിധിയായാണ് അദ്ദേഹം ബോർഡിലെത്തുന്നത്. പ്രവാസി ഭാരതീയ സമ്മാൻ ജേതാവും പ്രമുഖ വ്യവസായ ജീവകാരുണ്യ
മാധ്യമപ്രവർത്തകനുമായ ഡോക്ടർ ഷംസീറിന്റെ ഈ നേട്ടം മലയാളികൾക്കാകെ വലിയ അഭിമാന നിമിഷമാണ്. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തിൽ അറബ് ലോകത്ത് പ്രതിഷേധം ശക്തമാകുന്നു. UAE കമ്പനിയായ അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയുമായി ബന്ധമുള്ള 2 എണ്ണക്കപ്പലുകൾക്ക് നേരെയാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ആക്രമണമുണ്ടായത്. സംഭവത്തിൽ UAE, അറബ് ലീഗ്, അറബ് പാർലമെന്റ് എന്നിവയ്ക്ക് പുറമെ കുവൈറ്റ്, ഖത്തർ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളും കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. അന്താരാഷ്ട്ര സമുദ്രപാതയായ ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുന്നതിന് സമുദ്ര സുരക്ഷയ്ക്കുള്ള ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയുടെ പ്രമേയം 2817 ലംഘനവും ആഗോള ഊർജ്ജ വിതരണത്തിന് വൻ ഭീഷണിയുമാണെന്ന് UAE വ്യക്തമാക്കി. ആക്രമണത്തെ സമുദ്ര കടൽക്കൊള്ളക്കാരോടാണ് UAE വിദേശകാര്യ മന്ത്രാലയം ഉപമിച്ചത്. ദുബായിലെ പെട്രോൾ പമ്പുകൾ ഇനി മിനി പോലീസ് സ്റ്റേഷനുകൾ കൂടിയാണ്. ദുബായ് പോലീസിന്റെ ഓൺ ദി ഗോ പദ്ധതിയുടെ ഭാഗമായാണ് ജനങ്ങൾക്ക് വേഗത്തിൽ സേവനങ്ങൾ ലഭ്യമാക്കാൻ ഈ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. പോലീസിന്റെ സേവനങ്ങൾ തേടി പൊതുജനങ്ങൾ പോലീസ് സ്റ്റേഷനുകളിലേക്ക് എത്തുന്നതിന് പകരം എനോക്, അഡ്നോക്ക്, എമിറേറ്റ്സ് തുടങ്ങിയ പ്രമുഖ പെട്രോൾ പമ്പുകൾ കേന്ദ്രീകരിച്ച് സേവനങ്ങൾ നൽകുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ചെറിയ വാഹനാപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യൽ, അജ്ഞാത വാഹനങ്ങൾ വരുത്തിയ കേടുപാടുകൾ അറിയിക്കൽ, നഷ്ടപ്പെട്ട വസ്തുക്കളുടെ ഡെലിവറി, സൈബർ കുറ്റകൃത്യങ്ങൾ രജിസ്റ്റർ ചെയ്യൽ, പോലീസ് ഐ, വർക്കേഴ്സ് വോയിസ് തുടങ്ങിയ 6ലധികം സേവനങ്ങൾ പെട്രോൾ പമ്പുകൾ വഴി ലഭ്യമാകും. ചെറിയ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസ് പെട്രോൾ വാഹനത്തിനായി റോഡിൽ കാത്തിരിക്കുന്നത് ഒഴിവാക്കാനും നഗരത്തിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കാനും ഇതേറെ സഹായകരമാണ്. ജനങ്ങൾക്ക് സേവനങ്ങൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ ലഭ്യമാക്കുന്ന ദുബായ് പോലീസിന്റെ സുപ്രധാന ഡിജിറ്റൽ ചുവടുവയ്പ്പാണ്. അറബ് ലോകത്തെ വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ മികച്ച കാഴ്ചകളും വിശേഷങ്ങളുമായി അക്കരയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്.